ഒരു കുഞ്ഞിന്റെ ശ്വാസകോശമായി ഇതിനെ സങ്കല്പിക്കുക. അപ്പൊ ശ്വാസകോശത്തിന്റെ അകത്ത് ഇതുപോലെ ചെറിയ ഒരുപാട് പൈപ്പുകളുണ്ട്. ആ ട്യൂബുകൾ ചെന്ന് അവസാനിക്കുന്നത് ഇതുപോലെയുള്ള മുന്തിരിക്കൊല പോലെയുള്ള ഒരു എയർ നിറച്ച അറകളിലാണ്. അപ്പം കുഞ്ഞുങ്ങളുടെ ഈ പൈപ്പുകളെ ബാധിക്കുന്ന അസുഖങ്ങളുണ്ട്, ഈ മുന്തിരിക്കൊല പോലെയുള്ള ആ ആൽവിയോളസിനെ ബാധിക്കുന്ന അസുഖങ്ങളുണ്ട്. അപ്പൊ ഈ പൈപ്പ് ഇതാണെന്ന് വിചാരിക്കുക, അതിന്റെ വ്യാസം. ആ വ്യാസം പെട്ടെന്ന് ചുരുങ്ങി പോകുന്ന അസുഖമാണ് കുഞ്ഞുങ്ങളെ ബാധിക്കുന്ന വലിവ് അല്ലെങ്കിൽ ആസ്മ. ഈ മുന്തിരിക്കുല പോലെയുള്ള ഭാഗങ്ങളിൽ അണുബാധ വന്ന് അവിടെ ബാക്ടീരിയ വന്ന് പഴുപ്പ് അടിയുന്ന അവസ്ഥയെ വിളിക്കുന്ന പേരാണ് ന്യൂമോണിയ. ഇനി ഈ കോയലുകൾക്കകത്ത് കഫം നിറഞ്ഞ് അതോടൊപ്പം ആ കോയലുകൾ ചുരുങ്ങി പോകുന്ന ഒരു അവസ്ഥയാണ് ബ്രോങ്കിയോളൈറ്റിസ്. ഇനി അതുപോലെ ഈ കോയലുകളെ തന്നെ ബാധിക്കുന്ന മറ്റൊരു അസുഖമാണ് ബ്രോങ്കൈറ്റിസ്. അങ്ങനെ ഈ ശ്വാസകോശത്തിന്റെ അകത്തുള്ള വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളെ ബാധിക്കുന്ന വ്യത്യസ്തങ്ങളായ അസുഖങ്ങളുണ്ട്. പക്ഷേ കുഞ്ഞുങ്ങളുടെ കേസിൽ രണ്ട് പ്രത്യേകതകളുണ്ട്. എന്താണ് പ്രത്യേകത? ഒന്ന്, ഇതിൽ ഏത് അസുഖം വന്നാലും കുഞ്ഞുങ്ങൾ അത് പുറത്ത് കാണിക്കല് ചുമയായിട്ടോ ശ്വാസമുട്ടലായിട്ടോ ഫാസ്റ്റ് ബ്രീതിങ് ആയിട്ടോ കുറുകലായിട്ടൊക്കെയാണ് ഒന്നാമത്തെ പ്രത്യേകത. രണ്ടാമത്തെ പ്രത്യേകത, ഇതിൽ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ മിക്ക കുട്ടികൾക്കും മറ്റേതും കൂടെ വരാം. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ഒരേ സമയത്ത് വരാറുണ്ട്. അത് നോക്കുന്ന പീഡിയാട്രിഷ്യന് മാത്രമേ മനസ്സിലാവത്തുള്ളൂ ഇത് ഏതാണ്, എങ്ങോട്ടാണ് ചിന്തിക്കേണ്ടതെന്നുള്ളത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റിലോട്ട് വരാം. ഇതിൽ ഏത് അസുഖമാണെങ്കിലും കുഞ്ഞുങ്ങൾ പുറത്തൊരു കോമൺ ലക്ഷണങ്ങളെ കാണിക്കുക: ചുമ, ശ്വാസമുട്ടല്, വലിവ്, കുറുകല്. അതിനെല്ലാം കൂടി ആയിട്ട് കാലങ്ങളായിട്ട് നമ്മളെ പാരന്റ്സ് വിളിച്ചു പോരുന്നൊരു പേരാണ് കുട്ടിക്ക് കഫക്കെട്ട് ഉണ്ട്. ക്ലിയർ ആണല്ലോ? ഇനി നിങ്ങൾ ഇവിടുന്ന് ബാക്കിലോട്ടൊന്ന് ആലോചിക്കുക. ഇപ്പൊ നിങ്ങൾ ഒരു ഡോക്ടറെ അടുത്ത് പോയിട്ട് പറയാണ്, അല്ലെങ്കിൽ എനിക്ക് തന്നെ തുടർച്ചയായി കിട്ടുന്ന മെസ്സേജാണ് കുട്ടിക്ക് കാലങ്ങളായി കഫക്കെട്ട് ഉണ്ട്, കുട്ടിക്ക് ഇടവിട്ട് കഫക്കെട്ട് വരുന്നു. നിങ്ങൾ ഏതെങ്കിലും ഒരു ഡോക്ടറെ അടുത്ത് പോയിട്ട് കുട്ടിയെ കാണിക്കാതെ എൻ്റെ കുട്ടിക്ക് കഫക്കെട്ടാണെന്ന് പറഞ്ഞാൽ ആ ഡോക്ടർക്ക് മനസ്സിലാവുമോ? മനസ്സിലാകില്ല. എന്താ കാരണം? നിങ്ങൾ കഫക്കെട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ചുമ, ശ്വാസമുട്ടല്, കുറുകല്, വലിവൊക്കെയാണ്. പക്ഷെ ഈ ലക്ഷണം ഉണ്ടാക്കുന്ന ഒട്ടനവധി അസുഖങ്ങളുണ്ട്. ഇതിൽ ഏതാണെന്ന് ഒരു ഡോക്ടർക്ക് എങ്ങനെ മനസ്സിലാവും? അത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ഡീറ്റെയിൽസ് കൂടുതൽ ചോദിച്ച് ആ കുട്ടിയെ ദേഹപരിശോധന നടത്തണം. എന്നാൽ മാത്രമാണ് ഈ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കഫക്കെട്ട് ഏത് രോഗം മൂലമാണെന്ന് മനസ്സിലാവത്തുള്ളൂ. അപ്പൊ ഇന്നലെ ഒരു പാരന്റ് ചോദിച്ചു, എൻ്റെ കുട്ടിക്ക് മാസങ്ങളായി കഫക്കെട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അതിന് എങ്ങനെ മറുപടി പറയും? കാരണം കഫക്കെട്ട് എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇത്രയും ലക്ഷണങ്ങൾ മാത്രമാണ്. ആ ലക്ഷണങ്ങൾ ഉണ്ടാക്കുന്ന ഒരുപാട് അസുഖങ്ങളുണ്ട്. അതിൽ നിങ്ങളെ കുട്ടിക്ക് ഏതാണെന്നുള്ളത് ആ കുട്ടിയെ കാണാതെ കുട്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് ചോദിക്കാതെ പരിശോധിക്കാതെ പറയാൻ പറ്റുന്ന ഒന്നല്ല. അപ്പൊ നിങ്ങൾ കഫക്കെട്ട് എന്ന് പറയാതെ കഴിയുന്നതും ഈ ടേമുകൾ നിങ്ങൾ ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കുക. എൻ്റെ കുട്ടിക്ക് വലിവാണോ, ന്യൂമോണിയ ആണോ, ബ്രോങ്കിയോളൈറ്റിസ് ആണോ എന്നൊക്കെ പറ്റുന്ന സാഹചര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ തുടർച്ചയായി നിങ്ങളെ കുട്ടിക്ക് കഫക്കെട്ട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ ഏത് അസുഖമാണ് നിങ്ങളെ കുട്ടിയെ തുടർച്ചയായി ബാധിക്കുന്നതെന്ന് ചോദിക്കുക. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടി ഒരു പാരന്റ് തന്റെ കുട്ടിക്ക് കഴിഞ്ഞ 8 മാസമായി അല്ലെങ്കിൽ 1 വർഷമായി തുടരെ കഫക്കെട്ട് വരുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ള ഒന്ന്, ആ കുട്ടിക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒന്ന് വലിവന്നെ ആയിരിക്കും. കാരണം വലിവാണ് മറ്റു അസുഖങ്ങളെ അപേക്ഷിച്ച് ഇങ്ങനെ 8 മാസവും 1 വർഷമൊക്കെ നീണ്ടു നിന്ന് ഇടവിട്ട് വരുന്ന ഒരു അസുഖം. അപ്പൊ ആ വലിവ് എങ്ങനെ വരിക? മിക്ക കുട്ടികളിലും ആ വലിവ് വരാറുള്ളത് ആദ്യം ഒരു ജലദോഷം വരും. ആ ജലദോഷം 1-2 ദിവസം കഴിയുമ്പോൾ കുറുകലായി വലിവായി മാറും. അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഇനി നമുക്ക് അതെങ്ങനെ വരാതിരിക്കാം? അപ്പൊ നിങ്ങളൊക്കെ സംശയം അതെങ്ങനെ വരാതിരിക്കാം എന്നുള്ളതായിരിക്കുമല്ലോ. അപ്പൊ ഇനി അതെങ്ങനെ വരാതിരിക്കാൻ നോക്കാം. അത് വരാതിരിക്കാനുള്ള വഴി, ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, ഒരു ജലദോഷമാണ് പലപ്പോഴും ഇതിലോട്ട് എത്തിക്കുന്നത്. അപ്പൊ ആദ്യത്തെ വഴി ജലദോഷം വരാതിരിക്കാൻ നോക്കുക. ജലദോഷം വരാതിരിക്കാനുള്ള വഴികൾ: ഒന്ന്, കഴിയുന്നതും ജലദോഷമുള്ള കോൺടാക്റ്റുകൾ ചെറിയ കുട്ടികൾക്ക് കൊടുക്കാതിരിക്കുക. അടുത്ത് ജലദോഷമുള്ള ആളുകളായിട്ട് കോൺടാക്ട് കുറക്കുക. പലപ്പോഴും സാധ്യമല്ല. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് പരിഗണിക്കാവുന്ന ഒന്ന് വാക്സിനാണ്. അതിൽ അവൈലബിൾ ആയിട്ടുള്ള വാക്സിൻ ഇൻഫ്ലുവൻസ വാക്സിനാണ്. അപ്പൊ തുടരെ വലിവ് വരുന്ന കുട്ടികൾക്ക് ഇൻഫ്ലുവൻസ വാക്സിൻ കൊടുക്കുന്നത് പരിഗണിക്കുക. ഇനി രണ്ടാമത്തെ ഇത് തടയാനുള്ള വഴി എന്ന് പറഞ്ഞാൽ, ഈ ജലദോഷം വരുന്നത് മൂലം ഇവിടുത്തെ പൈപ്പുകൾ ചുരുങ്ങുന്നതാണല്ലോ വലിവുണ്ടാകുന്നത്. അപ്പൊ ജലദോഷം വന്നാൽ പോലും ഈ പൈപ്പുകളെ ചുരുങ്ങാതിരിക്കാൻ നോക്കുക. അതെങ്ങനെ പറ്റും? അതിനുള്ള വഴിയാണ് ഇൻഹേലറുകൾ. അപ്പൊ നിങ്ങളെ കുട്ടികൾക്ക് ജലദോഷം വരുന്ന സമയത്തോ അല്ലെങ്കിൽ അത് വരാൻ സാധ്യതയുള്ള സമയങ്ങളിലോ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൃത്യമായ രീതിയിൽ ഇൻഹേലറുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജലദോഷം വന്നാലും അതൊരു കഫക്കെട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കഫക്കെട്ട് അഥവാ ഈ വലിവിൽ എത്തുന്നത് തടയാൻ പറ്റും. മനസ്സിലായല്ലോ? അങ്ങനെയാണ് തുടരെ വരുന്ന നിങ്ങൾ ഉദ്ദേശിക്കുന്ന വലിവ് മൂലമുള്ള കഫക്കെട്ട് തടയാനുള്ള വഴി. അപ്പൊ 2 വഴികളാണ്. ഒന്ന്, കൃത്യമായി ജലദോഷങ്ങൾ വരാതിരിക്കാൻ നോക്കുക. അത് പലപ്പോഴും സാധ്യമല്ല. ഇനി അങ്ങനെ ജലദോഷം വന്നാൽ തന്നെ ആ ജലദോഷം വലിവിലെത്താതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കഫക്കെട്ടിലെത്താതിരിക്കാൻ വേണ്ടി പ്രോപ്പറായി ഡോക്ടറുടെ സഹായത്തോടു കൂടി നിങ്ങളെ കുട്ടിക്ക് വലിവ് തന്നെയാണെന്ന് ഉറപ്പുവരുത്തി ആണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട ഇൻഹേലറുകൾ ഉപയോഗിക്കുക. പല പാരൻസിനോടും നമ്മൾ ഈ തുടർച്ചയായി വലിവിന് ഇൻഹേലർ ഉപയോഗിക്കണം എന്ന് പറയുമ്പോൾ അവർക്ക് അതിനെക്കുറിച്ചുള്ള ഭയം കാരണം പലരും ഉപയോഗിക്കാറില്ല. പക്ഷെ അതാണ് ഏറ്റവും സേഫ് ആയിട്ട് നിങ്ങളുടെ കുട്ടിക്ക് നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന വഴി.
അപ്പൊ അങ്ങനെയാണ് തുടരെ 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 വരുന്ന ഈ കഫക്കെട്ട് കുറക്കാനുള്ള മാർഗം.